ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അങ്ങനെ 4 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ റെഡിയല്ല. പക്ഷേ ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജസ് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ മെയിലായിട്ടൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് മറുപടി പറയേണ്ട ബാധ്യത എനിക്കുണ്ട്. കാരണം നിങ്ങളെൻ്റെ ഫാമിലിയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ മിസ് ചെയ്യുന്നു, വിൻ ചേച്ചി തിരിച്ചു പോകാമെന്ന് പറയുമ്പോൾ വരാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇതിനു മുമ്പ് കുറേ പ്രാവശ്യം വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചതാണ്. പക്ഷേ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 വർഷം ഞാൻ ഇതുപോലെ യൂട്യൂബിൽ വീഡിയോ ഇട്ടുന്ന പോലും എനിക്ക് പറയുന്നില്ല. എങ്ങനെ ഞാൻ ഇട്ടിരുന്നു എന്ന് എനിക്കറിയുന്നില്ല. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയാം എൻ്റെ അച്ഛൻ എന്നെ വിട്ടു പോയ കാര്യം. അപ്പോൾ ഈ 9-ാം തീയതിക്ക് 3 മാസം പൂർത്തിയായി അച്ഛൻ എന്നെ വിട്ടു പോയിട്ട്. പക്ഷേ അത് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും അച്ഛൻ നാട്ടിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. അമ്മ എന്നെ വിട്ടു പോയപ്പോൾ വിഷമമുണ്ടായിരുന്നു തീർച്ചയായിട്ടും. പക്ഷേ അമ്മ എന്നെ വിട്ടു പോയപ്പോൾ അച്ഛനുണ്ടല്ലോ എന്ന് ഒരു ധൈര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാ മാസവും ഞാൻ നാട്ടിൽ പോകുമായിരുന്നു. അച്ഛൻ്റെ കൂടെ നിൽക്കും. ഹോസ്പിറ്റലിലാണെങ്കിൽ എല്ലായിടത്തും പോയി അങ്ങനെ അച്ഛൻ്റെ കൂടെ കൂടുതൽ സമയം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അച്ഛനും കൂടെ ഇല്ലാണ്ടായപ്പോൾ എനിക്കറിയില്ല, ഞാനൊരു ഡിപ്രഷനിലോട്ട് പോയി. പലരും പറയാറുണ്ട്, ഞാൻ പറയാറില്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ കാഠിന്യം, വിഷമത്തിൻ്റെ കാഠിന്യം, അല്ലെങ്കിൽ ഒരാളില്ലാതാവുന്നതിൻ്റെ വിഷമം നമുക്ക് മനസ്സിലാവുള്ളൂ. മറ്റുള്ളവർ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ സമാധാനിപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷേ നമ്മൾ അതിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് ശരിക്കും അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പറ്റി അച്ഛന്, എന്തായിരുന്നു അച്ഛൻ്റെ അസുഖം എന്നൊക്കെ. അപ്പോൾ അച്ഛൻ 84 വയസ്സിലാണ് എന്നെ വിട്ടു പോയത്. അച്ഛന് 80 വയസ്സ് വരെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അതായത് അമ്മ പോയതിന് ശേഷമാണ് ഇങ്ങനെ അസുഖങ്ങളൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങിയത്. 4 വർഷം മുമ്പ് മനസ്സിലാക്കി അച്ഛന് ലിവർ സിറോസിസ് ആണ്, നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അതിനുശേഷം ട്രീറ്റ്മെൻ്റ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലിവർ സിറോസിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അതായത് ലിവറിൻ്റെ അവസാന ഘട്ടമാണ് ലിവർ സിറോസിസ് ആയിട്ട് മാറുന്നത്. ആദ്യം ഫാറ്റി ലിവർ, ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, അതിന് ശേഷമാണ് ലിവർ സിറോസിസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ നമ്മളത് കണ്ടുപിടിച്ചപ്പോഴത്തേക്കും നമുക്ക് തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അച്ഛൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അച്ഛനപ്പോഴും പ്രശ്നമൊന്നുമില്ല. അച്ഛൻ ഭയങ്കര ആക്റ്റീവായിരുന്നു. മരിക്കുന്നേക്കാൾ 1 മാസം മുമ്പ് വരെ അച്ഛൻ ആക്റ്റീവായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ അങ്കമാലിയിലുള്ള അപ്പോളോയിലായിരുന്നു ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നത്. വളരെ നല്ല ഡോക്ടേഴ്സും ഒക്കെ ആയിരുന്നു. പക്ഷേ എന്താ പറയുക, അങ്ങനെ ഒരു 6 മാസം മുമ്പ് അത് ക്യാൻസറസായി മാറി. അപ്പോഴാണ് ഞാൻ ശരിക്കും ആടി ഉലഞ്ഞു പോയത്. പിന്നെ അച്ഛന് ലിവർ സിറോസിസ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയ കാര്യം എന്താ വെച്ചാൽ, അച്ഛൻ ആൽക്കഹോൾ, അതായത് മദ്യം ഉപയോഗിച്ചിരുന്നില്ല, സിഗരറ്റ് വലിച്ചിരുന്നില്ല, അതുപോലെ തന്നെ വെജിറ്റേറിയൻ ആയിരുന്നു. അങ്ങനെയുള്ളൊരു മനുഷ്യന് ഇതെങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇപ്പോൾ കൂടുതലും നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് ആണ് വരുന്നത്, കൂടുതൽ കേസുകൾ അങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റി. പക്ഷേ അച്ഛനോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് വരെ അതിൻ്റെ തീവ്രത ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നില്ല. കാരണം അച്ഛൻ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് വരും, ഡോക്ടറെ അടുത്ത് പോവും, കുറച്ച് ദിവസം അഡ്മിറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ജൂൺ തൊട്ടിട്ടായിരുന്നു നമ്മൾ രാജഗിരിയിൽ റേഡിയേഷൻ ചെയ്യാൻ പോയി. അങ്ങനെ റേഡിയേഷൻ ചെയ്തു, അത് തിരിച്ചു വരും, ഞങ്ങളൊരു വീടെടുത്ത് താമസിക്കുന്ന, എന്നെ ഫോളോ ചെയ്യുന്ന ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഫോളോ ചെയ്യുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയാൻ പറ്റുന്നൊരു കാര്യമാണ്. എന്താ ഞാൻ പറയുക, ഡിസംബർ 9-ന് അച്ഛൻ ഞങ്ങളെ വിട്ട് പോയത്. അപ്പോൾ നവംബറോട് കൂടി ഡോക്ടർ പറഞ്ഞു കുറച്ച് സീരിയസ് ആണെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് തന്നെ നഷ്ടപ്പെട്ട പോലെ ആയത്. പിന്നെ എനിക്ക് ഞാനിങ്ങനെ ചുമ്മാ ആലോചിച്ച് ഇങ്ങനെ എന്താ ഞാൻ പറയുക, അച്ഛനില്ലാണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആരുണ്ട്, നമുക്കിപ്പോൾ ജാനുണ്ട്, പിള്ളേരുണ്ട്, ജാൻ്റെ അച്ഛനമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ അമ്മ പോയി, അടുത്തത് എന്നെ അച്ഛൻ വിട്ട് പോകുന്നുള്ളൊരു ഇതുണ്ടല്ലോ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലെ വല്ലാത്തൊരവസ്ഥയിൽ കൂടെ ഞാൻ കടന്നുപോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക, ആര് വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കാറില്ല, തോന്നാറില്ല സംസാരിക്കാൻ. ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്കിപ്പോൾ ഫോൺ എടുക്കാൻ തോന്നാറില്ല, വേറെ ആൾക്കാരായിട്ട് ഇൻട്രാക്ഷൻ ഇല്ല. അങ്ങനെ എനിക്ക് തന്നെ എന്നെ കൈവിട്ട് പോകുന്ന ഒരവസ്ഥയിലാണ് ഞാൻ വീണ്ടും തിരിച്ചു വന്നത്. അച്ഛൻ പോയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വിട്ടിട്ട് പോയിട്ടുണ്ട്. അതായത് ബസ്സുണ്ട് നമുക്ക്, അപ്പോൾ വീണമോൾ തന്നെയാണ് ബസ്സിൻ്റെ പേര്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി ഞാൻ നോക്കണം. അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് വിറ്റ് കളയാൻ പറഞ്ഞു. പക്ഷേ അത് പറ്റില്ലല്ലോ, നമ്മൾ 35-38 വർഷമായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്തു പോകുന്നൊരു പ്രസ്ഥാനം, അച്ഛൻ ഇത്രയും പടുത്തുയർത്തിയൊരു പ്രസ്ഥാനത്തിന് വിട്ട് കളയാൻ എനിക്ക് പറ്റില്ല. മാത്രമല്ല അതിനെ വിശ്വസിച്ച് ഒരുപാട് ജോലിക്കാർ നമ്മുടെ കൂടെ ഉണ്ട്, അവരുടെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണ്ടേ. അതുകൊണ്ട് ഞാനത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഓണർഷിപ്പ് ചേഞ്ച്, അതുപോലെ തന്നെ നാട്ടിലത്തെ കാര്യമാണെങ്കിലും ഓരോ ഓഫീസുകളിൽ കയറി ഇറങ്ങലും. അത് 2 മാസം ഞാൻ നാട്ടിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് ദുബായിലെത്തിയത്.
ദുബായിലെത്തിയപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടെ ഇപ്പോൾ യുദ്ധം അങ്ങനത്തെ ആയിട്ടൊരു ഒരു സമാധാനം ഇല്ല. അപ്പം ഇങ്ങനെ എല്ലാം കൊണ്ടും വല്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഇത്ര നാൾ ഞാൻ ലേറ്റായത് ഇങ്ങനെ ഇത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും, ഒരുപാട് പേര് എനിക്കറിയാത്ത ആൾക്കാർ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് മെസ്സേജസ് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നൊരവസ്ഥയിലല്ല, എല്ലായിരുന്നു, ഇപ്പോഴും അല്ല. ഞാൻ പറഞ്ഞ പോലെ ഞാനിപ്പോൾ സമയം കണ്ടെത്തുന്നത് ഇപ്പോൾ നമ്മുടെ ബസ്സിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ജ്വല്ലറി ബിസിനസ് ഉണ്ട്. അപ്പോൾ അതും ഒക്കെ കൂടിയിട്ട് അതിലാണ് ഞാനിപ്പോൾ സമയം ചിലവഴിക്കുന്നത്. വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവരും പറയുന്നുണ്ട് ഒരു വീഡിയോ ചെയ്യും, കുക്കിംഗ് വീഡിയോ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഈവൻ വീട്ടിലെ കുക്കിംഗ് ആണെങ്കിലും നോർമൽ കുക്കിംഗ് എന്തെങ്കിലും ചെയ്തു നല്ലാതെ ഒരു പുതിയ റെസിപ്പി ഉണ്ടാക്കാനോ എനിക്കറിയില്ല. അത് എനിക്കറിയത്തില്ല എനിക്ക് എന്താ സംഭവിച്ചെന്നുള്ള കാര്യം. കണ്ണുള്ളപ്പോൾ ഇപ്പം കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു വീട് അടച്ചു പൂട്ടിയിരിക്കുകയാണോ, വീട് എന്ത് ചെയ്തു, വീട് വിൽക്കാൻ പോവുകയാണോ, അതുപോലെ തന്നെ എന്താണ് തീരുമാനം എന്നൊക്കെ. പക്ഷേ എനിക്കൊരിക്കലും എൻ്റെ വീട് വിട്ട് കളയാൻ പറ്റില്ല. നാട്ടിൽ പോകുമ്പോൾ എനിക്കെന്ന് പറഞ്ഞൊരു വീട് വേണ്ടേ. ജാൻ്റെ വീടുണ്ട്, മീൻസ് തൃശ്ശൂർ ഫ്ലാറ്റ് ഉണ്ടെന്നാൽ പോലും എനിക്കൊരിക്കലും നമ്മുടെ വീട് വിട്ടു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ നമ്മുടെ കുട്ടേട്ടനെ ആയി ചേച്ചീനെയും സരോജിനി ചേച്ചീനെയും വീട്ടിൽ നിർത്തിയിരിക്കുകയാണ്. അവരെല്ലാം ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്. അച്ഛനില്ല എന്നുള്ളൊരു കുറവ് മാത്രം ആ വീട്ടിനുള്ളൂ. അതൊരു വലിയ കുറവാണ്. എന്നാലും അപ്പോൾ അത് എന്താ പറയുക, അത് ആക്റ്റീവായിരുന്നു കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഒരു സമാധാനമുണ്ട്, അവർക്കും സന്തോഷമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ കൃഷി ചെയ്യുക, അപ്പോൾ അവർക്കും ഒരു ആക്ടിവിറ്റി ആവുമല്ലോ. അതുപോലെ തന്നെ ബസ്സിൻ്റെ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ പോകുന്നേക്കാൾ മുമ്പായിട്ട് വിൽപ്പത്രം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ അടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് കേട്ടോ. കാരണം വിൽപ്പത്രം ഒരു വലിയൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഇപ്പോൾ പല കാര്യത്തിന് വേണ്ടി വില്ലേജ് ഓഫീസ്, അതുപോലെ തന്നെ തഹസിൽദാർ ഓഫീസ്, അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസ്, അങ്ങനെ പല ഓഫീസുകളിലും കയറി ഇറങ്ങുമ്പോൾ ഇങ്ങനെ വിൽപ്പത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കാര്യം എളുപ്പമായിരിക്കും. അതായത് നമ്മളിപ്പോൾ ഞാനും ജാൻചേട്ടനും കൂടെ തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത വർഷം, അതായത് ഇപ്പോൾ അടുത്ത വർഷം നാട്ടിൽ പോകുമ്പോൾ ഒരു വിൽപ്പത്രം എഴുതി വെക്കാമെന്ന്. നമ്മളുടെ പലരുടെയും തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയസ്സായി 80-90 വയസ്സായി കഴിഞ്ഞാൽ മാത്രമേ വിൽപ്പത്രം എഴുതി വെക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയല്ല. നമുക്കൊരു അത്യാവശ്യം പ്രോപ്പർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും, ഇപ്പോൾ എനിക്ക് എൻ്റെ പ്രോപ്പർട്ടി ആർക്ക് കൊടുക്കണമെന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റും. ഞാനുണ്ടാക്കിയ പ്രോപ്പർട്ടി അല്ലെങ്കിൽ എൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടി ആർക്ക് വേണമെന്ന് നമ്മൾ തീരുമാനിക്കാം അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഞാനും ജാൻചേട്ടനെ വിചാരിച്ചിട്ടുണ്ട് പിള്ളേരുടെ പേരിൽ കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തു വെക്കണം എന്നുള്ള കാര്യം. അപ്പോൾ ഞങ്ങൾ നാളെ മരിക്കുന്നതല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷെ അത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതം കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഒരുപാട് കേസുകൾ ഇപ്പോൾ ഞാനിങ്ങനെ പലരിടത്തും സംസാരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതേപോലെ കൃത്യമായി എഴുതി വെക്കാത്ത. ഇപ്പോൾ എൻ്റെ കേസിൽ എന്ന് വെച്ചാൽ ഒറ്റ മകളാണ്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ അതേസമയം കുറേ മക്കളുണ്ട്. അത് പെട്ടെന്ന് അച്ഛൻ പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വളരെ വല്ലാത്തൊരു ചില വീടുകളിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അതേസമയം സ്വത്തിനെ പറ്റി പ്രശ്നങ്ങളുണ്ടാകുന്ന പല വീടുകളുണ്ട് താനും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായി വിൽപ്പത്രം തയ്യാറാക്കി രജിസ്റ്റർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അത് വലിയ ഹെൽപ്ഫുൾ ആയിരിക്കും. അതെൻ്റെ അച്ഛൻ നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാം വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഒരു അവസാനത്തെ ഒരു മാസം കുറച്ച് വേദന ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആൾ പോകുന്നേക്കാൾ 2-3 ദിവസം മുമ്പ് തൊട്ടിട്ട് പുള്ളിക്കാരൻ്റെ വേദന എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അച്ഛൻ വളരെ സമാധാനപരമായിട്ട് ഞാൻ ആലോചിക്കും ഒരു വിധത്തിൽ നന്നായി. കാരണം ഇങ്ങനെ കിടന്ന് നരയിക്കാണ്ട് പോയല്ലോ. അമ്മയ്ക്കാണെങ്കിൽ 2 വർഷം കണ്ടിന്യൂസ് ആയി കിടന്നിട്ടാണ് പോയത്. പക്ഷേ എൻ്റെ അച്ഛൻ ഭാഗ്യം ചെയ്ത ആളാണ്. അച്ഛനും അമ്മയും ഇപ്പോൾ സുഖമായിട്ട് സന്തോഷമായിട്ട് ഒരുമിച്ച് ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ ഫോട്ടോസൊക്കെ കാണുമ്പോണ്ടല്ലോ, എൻ്റെ വീട്ടിൻ്റെ നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ വീട്ടിലെ ഹാളിൽ അച്ഛൻ ഇങ്ങനെ പലവരുടെ രാഷ്ട്രീയക്കാരുടെ കൂടെയും എന്താ പറയുക എല്ലാവരുടെ കൂടെയുള്ള പല ഫോട്ടോസ് ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ എനിക്ക് വീട്ടിലെ ഹാളിലേക്ക് പോകാൻ പറ്റില്ല. അതുപോലെ മെമ്മറീസാണ്. ഒരു ഇത് നല്ലതാണ്, പക്ഷേ നമ്മൾക്ക് എന്താ പറയുക, എനിക്ക് ഭയങ്കര ഹോണ്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെ ഫോട്ടോസ് ആണെങ്കിലും ഇങ്ങനെ വന്നുകൊണ്ടിരിപ്പോൾ എൻ്റെ മൊബൈലിലാണെങ്കിലും മെമ്മറീസ് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ അത് എനിക്കറിയില്ല ഞാൻ എപ്പോഴാണ് ഇതിൻ്റെ ഒന്ന് പുറത്ത് കിടക്കാമെന്ന് എനിക്കറിയില്ല. എല്ലാവരും പറയും നമ്മളെല്ലാവരും പോകേണ്ടതാണ്, നമ്മളെല്ലാവരും ഒരു ദിവസം ഭൂമിയിൽ നിന്ന് പോകേണ്ടത്. എനിക്കറിയാം, എല്ലാം അറിയാം, അറിയാത്തതായിട്ടൊന്നുമില്ല. പിന്നെ ചിലർ പറയും അച്ഛനിപ്പോൾ 84 വയസ്സിലല്ലേ പോയത്, ഒരുപാട് പേര് ചെറുപ്പത്തിലെ പാരൻസിനെ നഷ്ടപ്പെട്ടവരുണ്ട്. അതൊക്കെ സത്യമാണ്. പക്ഷേ നമുക്ക് നമ്മുടെ അച്ഛനും നമ്മുടെ അമ്മയും എത്ര വയസ്സിലാണെങ്കിലും അതൊരു വലിയ എന്താ പറയുക, അതിനൊരു എത്ര വയസ്സാണെങ്കിലും നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയല്ലേ. അവർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വേദന എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് എനിക്ക് പുറത്ത് കിടക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ 2 വാക്ക് മുഴുവിപ്പിക്കാൻ പറ്റുന്നില്ല, അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. അപ്പോൾ ഒരു ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എനിക്കറിയില്ല ഞാൻ ഇങ്ങനെയായിരുന്നോ. ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, വീഡിയോയിൽ സംസാരിക്കാൻ എനിക്ക് അറിയുന്നില്ല.
അപ്പോൾ അവി പറഞ്ഞു അമ്മ കുക്കിംഗ് അത് ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും എനിക്ക് മോട്ടിവേഷൻ തരുന്നുണ്ട്. പിന്നെ എനിക്ക് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്നു, സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. കുറേ അനിയത്തി കുട്ടികളുണ്ട് എനിക്ക് ഇങ്ങനെ ഡെയിലി എന്നുള്ള രീതിയിൽ ചേച്ചി ഗുഡ് മോർണിംഗ് മെസ്സേജസ് എന്താ ഇടാത്തത്, മറ്റേന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഗുഡ് മോർണിംഗ് കുട്ടികളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് ഇടുന്നതാണ്. ഞാൻ തിരിച്ചു ഒരു കഴിഞ്ഞ മാസം ഞാൻ തിരിച്ചു വന്ന് മെസ്സേജ് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും ഞാൻ സ്റ്റക്കായി പോയി, എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, യുദ്ധം പരിപാടികളൊക്കെ ആയതുകൊണ്ട് അത് നടക്കുന്നില്ല. പക്ഷേ ഈ ചട്ടക്കൂട്ടിൽ നിന്നും എനിക്ക് പുറത്ത് കടന്നേ പറ്റുള്ളൂ. അപ്പോൾ എന്നെ മെസ്സേജ് അയച്ചിട്ടും അല്ലെങ്കിൽ എനിക്ക് ഫോൺ വിളിച്ചിട്ടും എടുക്കാത്തവർ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഞാൻ വേണമെന്ന് വെച്ചിട്ടല്ല, എനിക്ക് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഞാൻ മിണ്ടി കഴിഞ്ഞപ്പോൾ കരയും, അതൊരവസ്ഥയിലായതുകൊണ്ടാണ് ഞാൻ ഫോണൊന്നും എടുക്കാത്തത്. ഞാൻ തീർച്ചയായിട്ടും തിരിച്ച് വിളിക്കാം എല്ലാവരെയും. ഇതിൽ നിന്ന് ഞാൻ കടന്ന് എനിക്ക് പോയേ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വരാൻ ശ്രമിക്കാം. നിങ്ങളുടെ സ്നേഹവും കരുതലും ഒക്കെ എനിക്ക് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ലവ് വീഡിയോസ് ഉമ്മ. ബൈ.